നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ തനിനിറം പുറത്തായത്. നിങ്ങളെ മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇതെന്ന് ആര് കണ്ടു? അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിപ്പിക്കണം. ഉണ്ണികൃഷ്ണൻ അറിയാമോ, അരുന്ധതിക്ക് 18 തികഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ. സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സുഖം അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ? എന്താ സാർ? ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ. ചൊവ്വാദോഷമുള്ള എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ സാർ? ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തിൽ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ? വിവാഹം നിർണയിക്കും. പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ? അവളുടെ തലക്കുറി ഞാൻ തരാം. അതുമായിട്ട് ചേരുന്ന വല്ല ജാതകം ഉണ്ടോ നോക്കൂ, നമുക്ക് ആലോചിക്കാം. ഈ മാസം 23-ാം തീയതി അവളുടെ ജന്മദിനമാണ്. ജന്മദിനങ്ങൾ ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടത് ഞങ്ങൾ. പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി. ഓഹോ, അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ? എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. ഉണ്ണി തീർച്ചയായും വരണം. വരാം. ഇത്തവണ എന്താ പരിപാടി? ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി. അതാരാ കക്ഷി? എനിക്കും അറിയില്ല. തമിഴ്നാട്ടിലെ വലിയ സംഗീതജ്ഞനാണ് നടത്തുന്നത്. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാടാണ്. ഇനി നമുക്ക് നടത്തം മതിയാക്കി പിരിയാം. അല്ല, സാറ് നടന്നോളൂ, ഞാൻ പിന്നെ വന്നോളാം. ഇരണിയിൽ ചിന്നപ്പ. അങ്ങനെയാണല്ലേ? മെടുക്ക സീക്രട്ട് ഫൈറ്റ്സിലെ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചു കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി 4-ാംകിട തെലുങ്ക് സിയടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അധമതിക്കുന്നതിന്റെ എടാ പട്ടി, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ? അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോ ഓഹരി എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി. സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ MAML-കാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഇരുവർക്കും സർവനാശം ഭവന്തു. അരുന്ധതി നായർ, 23-ാം തീയതി 22 വയസ്സ് തികയും. ചൊവ്വാദോഷം. എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേയുടെ അന്നാകട്ടെ. അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ. അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം.
അതെ കൊട എടുത്തേക്കടാ എടുത്ത ചിന്ന പെണ്ണ കൊടയാതെ പാത്തുക്കടാ ശരിയെന്നാ ഇരണിയിൽ ചിന്നപ്പ മലാണ്ട ഇരളിയിൽ ചിന്നപ്പ ആനന്ദപത്മനാഭൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്. വണ്ടി അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കും. ரொம்ப സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. ரொம்ப ரொம்ப സന്തോഷം. വന്നോളൂ. Happy birthday to you. Happy birthday. Happy birthday. രാമേന്ദ്ര, എന്താ ഇത്? കറണ്ട് പോയോ? ടോർച്ചെടുക്കുക, നോക്കട്ടെ നോക്കട്ടെ. ടോർച്ചെവിടെ? അയ്യോ അയ്യോ, അവക്കളല്ലേ ഒറിജിനൽ ഇരണിയൽ ചിന്നപ്പ സന്ദേഹമായിരുന്ന ഇപ്പൊ 2 കീർത്തന പാടി കേട്ടിക്കല. എന്താ ഇത്? പിന്നെ ഈ പാടിയൊരുക്കാരാ? அதெல்லாம் எங்களுக்கு தெரியாது சார். காலையில ஒருத்தன் பஸ் ஸ்டாண்டில வந்து எங்களை கூப்பிட்டுக்கிட்டு லாட்ஜில கொண்டு போய் ரூமை காட்டி படுத்து தூங்க சொல்லியாச்சு சார். நேற்றுக்கு கச்சேரி இருந்ததுனால நாங்க எல்லாம் தூங்கி போயிட்டோம். எழுந்திருச்சு பார்க்கும்போது மணி 7. விருதி வச்சு நாங்க வெளியே வர பார்க்கும்போது முறி வெளியில இருந்து பூட்டி இருக்கு சார். அப்புறம் லோட்ஜுக்காரன் வந்து டூப்ளிகேட் சாவி போட்டு திறந்துதான் சார் நாங்க வெளியே வந்தோம். நான் பாடட்டுமா? ഒരു പുല്ലും വേണ്ട ഇവിടെ. എല്ലാരും പോകുന്നുണ്ടോ? കടവുളെ, എന്റെ ഒരു പ്രോഗ്രാം പോയാച്ച്. ഒന്ന് മാറിയേ. എന്താ എന്താ ഇവിടെ? എന്താ സാറുടെ പ്രശ്നം? പറയണോ സാർ? ഞാനില്ലേ സാർ? എന്താ സാർ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. താനിത് എവിടെയായിരുന്നോ? നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തു പോയി ലൈസൻസ് മാളടിച്ച്. എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. താൻ പോലീസിനെ വിളിക്കും. എന്തിനാ ഭാവതരെ പോലീസിനെ വിളിക്കുന്നത്? നിന്നും ഴാഞ്ചാതെ ഇനി അങ്ങ് പോ. തറവേല കാണിക്കുകയാണെങ്കിൽ തലേദിവസം പറയണം. എന്ത് പറ്റി സാറേ? ഇതേ വേഷം മറ്റവന്മാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞോടോ? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊടുത്തതല്ല. സാർ ഇവിടെ വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത് അവന്മാര് കണ്ടു. എന്റെ ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത പുളിച്ച തെറിയാ ഉമ്മച്ചൻ സാർ എന്നെ പറഞ്ഞ്. മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ 6ആം വാരിയിൽ ഊരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത്. പുതിയ വേഷം വല്ലതും വേണം? പുതിയ വേഷം? നിന്റെ ആത്മധൈര്യമില്ലാത്ത അലവലാതി. നിന്റെ കടയിൽ നിന്നുള്ള സാധനം എടുപ്പ് ഇതോടെ പറഞ്ഞു. സാർ, കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. അകത്തേക്ക് വാ. അയ്യോ, എന്ത് ചെയ്യാൻ പോണു? ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാർ അറിഞ്ഞ് എനിക്ക് നാണക്കേടാ. എന്നെ വിടൂ, ഞാൻ പോട്ടെ. ഡോണ്ട് ടോക്ക് റബിഷ്. അയ്യോ, ഇരണിയൽ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് പാടിയവരെ ഉമ്മച്ചൻ അറിയാമോ? ഇല്ല. അതിലൊരാൾക്ക് ഉമ്മച്ചന്റെ ചായ ഉണ്ടായിരുന്നു. ചിലപ്പോ കാണും. എന്റെ അപ്പച്ചന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്ന് അമ്മച്ചി കൂടെ കൂടെ പറയാറുണ്ട്. നാട്ടുകാരും പറയാറുണ്ട്. അത് ഉമ്മച്ചനാണോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏയ് ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഉമ്മച്ചനെ നിന്നേ. അയ്യോ, ഇതാരുടെ? ഇതെവിടെ കിട്ടി? ഉമ്മച്ചന്റെ മുറിന്ന്. ഇനി ഒന്നും ഒളിക്കണ്ട. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനെന്നലെ വേഷം മാറി വന്നത്? അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട, എല്ലാം ഞാൻ പറയാം.